കരയണം. ഉള്ളുരുകി വിങ്ങി പൊട്ടി നീറി നീറി കരയണം. നായകന്റെ വിധി ഓർത്തോർത്ത് പിന്നെയും പിന്നെയും വിലപിക്കണം. ആ വേദന എന്റേതു കൂടെയാണല്ലോ എന്ന ചിന്തയിൽ പിടയണം. അതിന് പാട്ടും പെർഫോമൻസും ആറ്റിക്കുറിക്കിയ ചില ഡയലോഗുകളും മലയാള സിനിമയുടെ ചെങ്കോലും കിരീടവും വരെ ആ കഥാകാരന് കൂട്ടിനെത്തും. കൺമുന്നിൽ കെട്ടിയാടുന്ന കഥാപാത്രങ്ങൾ നരകിക്കുന്നത്, വേദനിക്കുന്നത്, ചത്ത് ജീവിക്കുന്നത്, ഒടുക്കം ചത്ത് മലയ്ക്കുന്നതൊന്നും കർമ്മഫലം കൊണ്ടല്ല. ആരെ കൊണ്ടും തടുക്കാനോ തിരുത്താനോ സാധിക്കാത്ത ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടാകാം. വിധി എന്ന ലഘുപദം കൊണ്ട് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ജീവിതത്തെക്കാൾ വലിയ സുഹൃതം മരണമാണെന്ന് ബാലൻ മാഷ് തിരിച്ചറിയുമ്പോൾ, പൊന്നുമോനെ കൊന്നുകളഞ്ഞേക്കെന്ന് അച്ചു പറയുമ്പോൾ, ഏതു പാപവും ഏൽക്കാൻ തയ്യാറായി ഗോപി തലകുനിക്കുമ്പോൾ നായകന് ഇങ്ങനെ ഒരു വിധി ഒരുക്കി എഴുത്തുകാരനോട് ആദ്യം അമർഷം തോന്നും. ഫ്രെയിമിൽ ഒരു മൂലയ്ക്ക് നിന്ന് ആ വിധി ഒളിഞ്ഞു കണ്ട അയാൾ ആസ്വദിക്കുകയായിരുന്നു എന്ന് ആശ്ചര്യം തോന്നും. കാലത്തെ മറികടന്ന് ആ കഥകൾ ആഘോഷിക്കപ്പെടുന്ന കാലത്ത് ഉള്ളിൽ കഥ മാത്രം ഒഴുകിയ ആ കലാകാരനോട് സ്നേഹാദരങ്ങൾ ബാക്കിയാകും. അമ്പഴത്തിൽ കരുണാകരൻ മകൻ ലോഹിതദാസ് മലയാള സിനിമയിൽ അവശേഷിപ്പിച്ചത് എണ്ണം പറഞ്ഞ ക്ലാസിക്കുകളാണ്. ഇന്നും ഒന്ന് മുങ്ങിത്തപ്പിയാൽ പവിഴങ്ങൾ കണ്ടെടുക്കാവുന്ന കഥകളാണ്. നാടകങ്ങൾ എഴുതി ഞെട്ടിച്ച എഴുത്തുകാരനെ സംവിധായകൻ സിബി മലയിലിന് പരിചയപ്പെടുത്തുന്നത് തിലകനാണ്. എറണാകുളത്ത് സുഭാഷ് പാർക്കിൽ തുടങ്ങി ജോസ് ജംഗ്ഷൻ വരെയുള്ള 1 കിലോമീറ്റർ ദൂരമുള്ള നടത്തത്തിനിടയിൽ ആ കഥാകാരൻ ഒരു കഥ പറഞ്ഞു. ചിന്തകളൂട്ടി ഒരമ്മ മകനെ ഉറക്കി കിടത്തിയ കഥ. ഒരു സ്വപ്നത്തിന്റെ അന്താളിപ്പിൽ ചങ്ങലക്കെട്ടിനെ നോവറിഞ്ഞ ബാലൻ മാഷിന്റെ കഥ. തനിയാവർത്തനം എന്ന സിനിമയിലേക്ക് ആ നടത്തത്തിന് ദൈർഘ്യമേറെ ഉണ്ടായില്ല. സംവിധാനം സിബി മലയിൽ, തിരക്കഥ AK ലോഹിതദാസ് എന്ന ടൈറ്റിൽ കാർഡ് അവിടെ തെളിയുകയായിരുന്നു. പിന്നീട് എഴുതാപ്പുറങ്ങൾ, വിചാരണ, കിരീടം, ദശരഥം, മുദ്ര, മാലയോഗം, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, ധനം, കമലദളം, ചെങ്കോൽ, സാഗരം സാക്ഷി എന്നിങ്ങനെ നീണ്ട നിര ചിത്രങ്ങളിൽ ആവർത്തനം. ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന അവാർഡ് നേടിയ ലോഹി വെറും 2 പതിറ്റാണ്ട് കൊണ്ട് ചിട്ടപ്പെടുത്തിയത് ഇന്ത്യൻ സിനിമയ്ക്ക് പാഠപുസ്തകമാകാൻ മാത്രം ആഴമുള്ള സിനിമകളാണ്. ലോഹിതദാസ് വിലയിരുത്തപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണെന്ന് പലയാവർത്തി പലരും പറഞ്ഞിരുന്നതാണ്. ആവർത്തന വിരസതയില്ലാതെ പല ദേശങ്ങളിലും പല പശ്ചാത്തലങ്ങളിലുമായി ഇത്രയധികം കഥകളും കഥാപാത്രങ്ങളും മെനഞ്ഞിട്ടപ്പോഴൊക്കെയും അതിൽ തെളിഞ്ഞു നിന്നത് ജെനുവിനിറ്റി ആയിരുന്നു. നമുക്ക് അടുത്തറിയുന്ന ഒരാളെ അയാൾ കാട്ടിത്തന്നു. അയാൾ ഇങ്ങനെ കൂടെയല്ലേ എന്ന് ചോദിച്ചു. മലയാളിയുടെ യാഥാർത്ഥ്യത്തെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ആയുധം കൈവിട്ടാൽ തലയേറ്റു വീണു പോകുന്ന ജോസും സേതുവും ഒക്കെ തിരശീലയിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്നത് റിലേറ്റബിൾ ആക്കി അവരെ ലോഹി ഒരുക്കിയത് കൊണ്ടാണ്. ഈ കഥകളെല്ലാം ജനിക്കുന്നത് അരക്ഷിതമായൊരു ബാല്യത്തിൽ നിന്നാണ്. ദാരിദ്ര്യത്തിന്റെയും ഏകാന്തതയുടെയും ഭൂതകാലം. ഞാൻ ഒരിക്കലും ഒരു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നില്ല. സ്കൂളിൽ എല്ലാവരും എന്നെ പഴങ്കഞ്ഞിയായാണ് ട്രീറ്റ് ചെയ്യുക എന്ന് ലോഹിതദാസ് പണ്ടൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. സംഘർഷഭരിതമായ ജീവിതത്തിൽ തോളിൽ തട്ടി സാരല്ലട എന്ന് പറയാൻ ഒരാളുണ്ടാവുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്വറി എന്ന് കഥകളിലൂടെ അനുഭവിപ്പിച്ചയാൾക്ക് ഇന്ധനമായതും ആ ബാല്യമാകും. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന ഇന്നും കേട്ടാൽ ഉള്ളു കരയുന്ന ദശരഥത്തിലെ അവസാന ഡയലോഗ് ഏകാന്തതയുടെയും സ്നേഹത്തിന്റെയും മാതൃത്വത്തിന്റെയും സ്നേഹിക്കപ്പെടുന്നതിലെ ആർദ്രതയുടെയും 100 അർത്ഥങ്ങളാണ് കാട്ടിത്തന്നത്. അയാളുടെ തോറ്റുമടങ്ങുന്ന നായകന്മാരുടെ വിധിയിൽ ഇന്നും നമുക്ക് നോവ് അനുഭവപ്പെടും. അമ്മയൂട്ടുന്ന ചോറിന് മരണത്തിന്റെ സാന്ത്വനം നൽകാൻ ലോഹിക്കല്ലാതെ മറ്റാർക്കും സാധിച്ചിട്ടില്ല. ഒരു മഴയത്ത് കയറിക്കൂടിയ വാച്ച് റിപ്പയറിംഗ് ഷോപ്പിലെ കാഴ്ചയിൽ നിന്നും ഭൂതക്കണ്ണാടി എന്ന ആദ്യ സംവിധാന സംരംഭത്തിലേക്കും അതിലൂടെ ദേശീയ പുരസ്കാരത്തിലേക്കും അയാൾ അനായാസേന നടന്നെത്തി. സമൂഹത്തിന്റെ മൈക്രോസ്കോപ്പിക് വിഷ്വലായിരുന്നു വിദ്യാധരന്റെ ഭൂതക്കണ്ണാടി. മമ്മൂട്ടി എന്ന താരത്തിന്റെ അസാധ്യ പെർഫോമൻസിനൊപ്പം അവതരിപ്പിച്ച താളം പിഴയ്ക്കുന്ന സൂചികളുടെ കഥ. താരസിംഹാസനങ്ങളിൽ നിന്നും മമ്മൂട്ടിയും മോഹൻലാലും അടക്കം പലരും ഇറങ്ങി വന്നു ലോഹിയുടെ കഥാപാത്രങ്ങളിലേക്ക്. കഥാപാത്രങ്ങളാണ്, നായകന്മാരോ നായികമാരോ അല്ല. സ്നേഹത്തെയും നീതിബോധത്തെയും കൂട്ടിക്കെട്ടുന്ന എഴുത്തും സംസാരവും ജീവിതവും മലയാളിയെ അത്രയേറെ സ്പർശിച്ചിരുന്നു. മടങ്ങി വരവില്ലെന്നറിഞ്ഞിട്ടും ആ ഹൃദുരാഗം ചൂടാനായി കൊതിക്കുന്നുണ്ട് ഈ നാടിന്നും.